നമസ്കാരം, ഞാൻ മൃണാൾ. നാഗ്പൂരിൽ ഹൽദിറാം ഫാക്ടറി എല്ലാം സന്ദർശനം കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ലഞ്ച് കഴിക്കാൻ പോവാം. 3:30 ഹോട്ടൽ ശങ്കർ സാവ്ജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാവോജി ക്യൂസീൻ, ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഓഫ് അവരുടെ ഭക്ഷണം വിൽക്കുന്ന റെസ്റ്റോറൻ്റാണിത്. ഇവിടെ ഭീകരമായ സ്പൈസി ഫുഡാണ് എന്ന് പറയുന്നു. പക്ഷെ ഗൂഗിൾ റിവ്യൂവിൽ ചില ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച അത്ര സ്പൈസി അല്ല എന്ന്. ഒരുപാട് സ്പൈസി ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യാനും പാടാണ്. ആഗ്ര വരെ പോകണമല്ലോ. എന്തായാലും വൈകിട്ടായതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ല. നീ എന്താണ് ഒരു വിഷമത്തോടെ നോക്കുന്നത്? ഒരുമാതിരി ഫാക്ടറി പോലത്തെ സ്ഥലമാണ്. ഇത് പാവപ്പെട്ട മട്ടനാണ്. ഒടുക്കത്തെ എരിവായിരിക്കും കേട്ടോ. ഇതൊരു പ്രത്യേക എന്താ പറയുക, ആൾക്കാരുടെ കൈൻഡ് ഓഫ് ഫുഡാണ്. ഓരോ നാട്ടിലും ഓരോ പ്രത്യേക ടൈപ്പ് ആൾക്കാരുണ്ടാവില്ലേ. പറഞ്ഞത്ര എരിവില്ല, അതിലും കൂടുതലേ ഉള്ളൂ. നല്ല ചൂടാ, കുറച്ച് കഴിഞ്ഞെടുക്കാം. ഇനി മട്ടൺ ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഇത് നല്ല ചൂടാ. ഊരി ഊരി വരുന്നു. മുട്ടയാ മട്ടന്റെ കൂടെയുള്ളതാണ്. സൂപ്പർ ഫുൽക്കല്ലേ. എനിക്ക് നല്ല സന്തോഷമില്ലാത്ത സൂപ്പർ ഫുൽക്ക. അത് പറയുമ്പോഴും അവനെന്തോ നമ്മൾ കുറ്റം ചെയ്ത പോലെയാണ്. നല്ലൊരു ടെക്സ്ചറാണ്. അവിടെ ഇരിക്കട്ടെ. പുറത്തെ ചൂടേ പോയിട്ടുള്ളൂ, ഉള്ളിലെ ചൂട് പോയിട്ടില്ല. ചിക്കനാണ്. ഭാവ വ്യത്യാസമില്ലാതെ കഴിക്കുന്നുണ്ട്. നിനക്ക് എരിവൊന്നും ഫീൽ ചെയ്യുന്നില്ലേടെ? ഇല്ലല്ലേ, കുഴപ്പമില്ല. നമ്മൾ പറയും നോർത്തിലേക്ക് പോകുന്നതോറും സ്പൈസസിൻ്റെ അളവ് കുറയും. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെയുള്ള പോലെ സ്പൈസസ് ഉണ്ടാവില്ല, എരിവുണ്ടാവില്ല. അത് കിടിലം ഫുൽക്കയാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. മട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഈയോ എല്ല് ഇടയിൽപ്പെട്ട് ലേശം ഗ്രേവി എടുക്കാം. എണ്ണയാണോ ഗ്രേവിയാണോ? ഈശ്വര, അതിൽ മുളക്. നമ്മളൊരു ടിപ്പിക്കൽ കേരള ടേസ്റ്റിനെ പറ്റിയ സാധനമേ അല്ല, നമ്മുടെ കൈൻഡ് ഓഫ് സ്പൈസസേ അല്ല. എരിവാണ് മുന്നിൽ. എരിവ് വേറൊരു സാധനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പാടാം. എരിവിൻ്റെ ഇടയിൽ നിന്ന് മട്ടൻ്റെ ഫ്ലേവർ കിട്ടാൻ വരെ പാടാം. അമ്മാതിരി എരിവാണ്. പിന്നെ എണ്ണയും. ഇതിനും ചൂടുണ്ട്. ഇത്രയും ജീരകത്തിൻ്റെ ഫ്ലേവറുള്ള ജീര റൈസ് എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല.
നമുക്ക് ഈ റൈസ് ഇങ്ങനെ കടിക്കാം. ഉള്ളിൽ റൈസിൻ്റെ കണ്ണ് ബാക്കിയുണ്ട്. അത് പരിപൂർണമായിട്ട് വെന്തിട്ടില്ല. എരിവുണ്ട്. എരിവില്ലാത്തതായിട്ട് ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇനി അതിലും എരിവ് കാണുമോ? ഇത് മുളകിൻ്റെ ചട്നി ആവല്ലേ? അത് മുളകിൻ്റെ ചട്നി ആയിരുന്നു. എന്താണോ വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെയും ഫുൽക്ക വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹാരാ. ഇതൊരു ടേസ്റ്റ് ഇല്ലേ, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാരണം എരിവാണ് ഇതിൻ്റെ ടേസ്റ്റ്. എരിവ് ഇത് പെർഫെക്റ്റ്ലി വെന്ത മട്ടൺ, കറക്റ്റ് ജ്യൂസി ഒക്കെ ശരി. പക്ഷെ നാവിനാകെ കിട്ടുന്ന എരിവ് അമ്മാരി എരിവ്. മറ്റേ കാട്ടുകുതിര സിനിമയിലൊരു തിലകൻ പറഞ്ഞ പോലെ കൂട്ടിക്കോ എരിവ്, ഇനിയും കൂട്ടിക്കോ. അപ്പോൾ കുക്ക് പറയും ഇനിയും കൂട്ടിയ നാവ് കൊള്ളുമെന്ന്. കൊള്ളിക്കോട്ടെ, നിൻ്റെ അല്ലല്ല. ആ ലൈനാണിത്. ആ പാണ്ടിപ്പട സിനിമയിൽ ദിലീപ് ചോദിക്കുന്നില്ലേ, കുറച്ച് വെള്ളം കിട്ടും നാവൊന്ന് മുക്കി വെക്കാനാണെന്ന്. ആ അവസ്ഥയാണിത്. നമുക്ക് ആഗ്ര വരെ പോകണം. ഈ ട്രിപ്പിലെ ഏറ്റവും ലോങ്ഗസ്റ്റ് ഡ്രൈവാണ് നാഗ്പൂരിൽ നിന്ന് ആഗ്ര വരെയുള്ളത്. അതിനിടയിലാണെങ്കിൽ കാര്യമായിട്ടുള്ള വലിയ സിറ്റീസൊക്കെ കുറവാണ്. 3 പ്രശ്നങ്ങളുണ്ട്. നമ്പർ 1, ഇപ്പോൾ ലേ മെറിഡിയൻ നാഗ്പൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ സമയം 4:27 വൈകുന്നേരം. 843 കിലോമീറ്ററാണ് ആഗ്രയിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കുള്ളത്. അതായത് 15 മണിക്കൂർ എടുക്കും. രാവിലെ 7:28 എത്തുന്നതാണ് കാണിക്കുന്നത് ഞാൻ നിർത്താതെ ഡ്രൈവ് ചെയ്താൽ. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് എവിടെ നിന്നൊക്കെ ഭക്ഷണം കിട്ടും, എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടും, അല്ലെങ്കിൽ പോകുന്ന വഴിയുടെ അവസ്ഥ എന്താ. ഭക്ഷണം വെള്ളവും പോട്ടെ, അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കാം. കാരണം ഹൽദിറാംസ് വന്ന കുറച്ച് ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടെന്ന് നോക്കാം. വെള്ളം എന്തെങ്കിലും ചെയ്യാം, എവിടെന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ റോഡ് കണ്ടീഷൻ എന്താ ഒന്നും ഒരു പിടിയില്ല. പക്ഷെ മൂന്നാമതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇരിക്കണം അല്ല, ഞാൻ എങ്ങനെ സഹിക്കും? ഈ മഹാരാഷ്ട്രയിലെ റോഡ് പറഞ്ഞുണ്ടാക്കിച്ചതാണോ? എങ്ങനെ ഇത്രയും കൂടി വരുന്നത് ഇതിനകത്ത്? മഹാരാഷ്ട്രനെ 2 മുറിയാണ്. മഹാരാഷ്ട്രനെ 2 എന്തിന്? എന്നിട്ട് തെലങ്കാന 2 മുറിച്ചപ്പോഴേക്കും തെലങ്കാനക്ക് ഒരു ഡെവലപ്മെന്റ്. ആന്ധ്രാപ്രദേശിനാണ് 2 മുറിച്ചത്. ആണോ? ആ, തെലങ്കാനയ്ക്ക്. അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ വരും ആർക്കിടയ്ക്ക്. ആ, എന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? ഇതിനെ സഹിക്കണ്ടേ? ദൈവം രക്ഷിക്കട്ടെ എന്നെ. ഇനിയും 782 കിലോമീറ്റർ ഉണ്ട്. സംഭവം മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിൻ്റെയും ബോർഡറാണ്. വേറെ എവിടെയും ബോർഡറുകളിൽ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ മഹാരാഷ്ട്രയുടെ മറ്റേ ബോർഡറിൽ ഇതേപോലെ തന്നെയാണ്. ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ബോർഡർ, തെലങ്കാന മഹാരാഷ്ട്ര ബോർഡർ, കേരള കർണാടക, കേരള തമിഴ്നാട്, അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക, തമിഴ്നാട്
ആന്ധ്രാപ്രദേശ്, കർണാടക ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ് തെലുങ്കാന, അല്ലെങ്കിൽ കർണാടക ഗോവ, ഇവിടെയൊന്നും ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. എടാ, നീ കാർമലിൽ പഠിച്ചിട്ട് കേരളത്തിൽ മറ്റേ ഇലക്ട്രിക്കൽ ഇത് പോളിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? ആയിരുന്നില്ലേ? അപ്പൊ നീ LBS പിന്നെ എന്തിനാ വന്നേ? എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? പോളിയിൽ പഠിച്ച് കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പെട്ടെന്ന് തന്നെ ഒരു ജോലിയൊക്കെ കിട്ടില്ലേ? മാറിയിരിക്കട്ടെ എന്ന് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടില്ല. പിന്നെ എന്തിനാ എഞ്ചിനീയറിംഗിന് വന്നേ? എന്നിട്ട് LBS വന്നപ്പോ എന്തായിരുന്നു നിന്റെ ഒരു അവസ്ഥ? ഐ മീൻ, എന്തായിരുന്നു ഒരു എന്റെ പ്രശ്നം ഞാൻ പറയട്ടെ. എനിക്ക് എൻ്റെ 4 കൊല്ലം വളരെ നിർദ്ദയായിട്ട് നശിപ്പിച്ച ഒരു സ്ഥാപനമായിട്ടാണ് അത് അന്നും തോന്നിയിട്ടുള്ളത്, ഇന്നും തോന്നുന്നത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചു കാലം കഴിയുന്തോറും ചില സംഭവങ്ങൾ നമുക്ക് മറക്കാനും അല്ലേ ഒക്കെ പറ്റൂലേ. പക്ഷെ ഇത് മാത്രമായിരിക്കില്ല, വേറെ ഉണ്ടാവുമായിരിക്കും. ഇതെനിക്ക് എങ്ങനെയായിട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല. ആകെ കിട്ടിയത് ആ ഒരു അനുഭവമാണ്. അതായത് നിങ്ങളെ നമുക്കിങ്ങനെ കുറെ പരിചയക്കാരെ കിട്ടി, കൂട്ടുകാരെ കിട്ടി, അതുപോലെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ജീവിതത്തിൽ നിന്ന് കിട്ടുക എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടി. അതും കിട്ടി എന്നല്ലാതെ നിനക്കെന്താ തോന്നുന്നത്? നിനക്കെന്താ കിട്ടിയേ? 4 കൊല്ലം. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓർമ്മയുണ്ടോ നിനക്ക്? പരീക്ഷ എപ്പോഴാ നടക്കുക എന്നറിയില്ല, റിസൾട്ട് എപ്പോഴാ വരിക എന്നറിയില്ല. ഞാൻ അതുപോലെ 2 സ്ഥാപനങ്ങളിൽ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടില്ലേ. എത്ര നന്നായി ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ബജറ്റും എല്ലാം ഉണ്ടായിട്ടും നിർബന്ധമായിട്ട് ഫുഡ് മോശമാക്കി കൊടുക്കും എന്ന് നിർബന്ധമുള്ള പോലെ കണ്ടിട്ടുള്ളൂ. അതൊന്ന് ഇന്ത്യൻ റെയിൽവേയും 2 LBS ആണ്. എന്താടെ ഹോസ്റ്റലിലെ ഫുഡ് അങ്ങനെ മോശം? ബാക്കി കുറെ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് പേർക്കൊക്കെ പുറത്തു പോയി കഴിക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അല്ല, പുറത്തെവിടെയും പോയി കഴിക്കാൻ പറ്റൂല, രാഘവനങ്ങള് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു മിൽമ പബ്സൊക്കെ കഴിക്കാനുള്ള ശേഷിയെങ്കിലും കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു മിൽമ പോയിട്ട്. മറ്റേ നാരങ്ങ വെള്ളോ, അതല്ലെങ്കിൽ ഇപ്പം കാസർഗോഡ് പോയിട്ടോ അല്ലെങ്കിൽ മംഗലാപുരം പോയിട്ടോ. എനിക്കൊന്നുമില്ലെങ്കിലും ആഴ്ചക്കോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട്ടിൽ പോകാൻ പറ്റുമായിരുന്നു. എൻ്റെ വീട് അടുത്തല്ലേ. എന്തിനാണാവോ അങ്ങനെ മോശമായിട്ട്? എന്തായിരിക്കും കാരണം? എനിക്ക് എത്ര ആലോചിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ ഡീപ്പായിട്ടുള്ള നോളജ് പ്ലസ് പഠിപ്പിക്കാനുള്ള കഴിവ്, കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവ്, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരു ടീച്ചർ പോലും അല്ല, അവരാരും നല്ല മനുഷ്യന്മാരല്ലാന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലാ കോളേജിലും ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? അതുപോലെ നിനക്ക് LBSന്റെ ചുറ്റുമുള്ള നാട്ടുകാർ ഓർമ്മയുണ്ടോ? പൊതുവെ കുട്ടികൾ നാട്ടുകാരുമായിട്ട് ഒരു അല്ലേ ഫൈറ്റ്, ചിലർക്ക് ഫൈറ്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആർക്കും പൊതുവെ നമ്മളവിടെ വന്ന് പഠിക്കുന്നത് ഒന്നും വലിയ താല്പര്യമുള്ള പോലെ തോന്നിയില്ല അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ എവിടെയാണെങ്കിലും ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അല്ലേ ഒരു വികസനം വരുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വിചാരമല്ലേ എല്ലാവർക്കും ഉണ്ടാവുക. എന്തായിരുന്നു ആവോ? അതെങ്ങനെയാണ്? ഒന്നാമത് കോളേജ് എങ്ങനെയാ പാറപ്പുറത്തെത്തി?
ആരായിരിക്കും ഇത് പാറപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവുക? കാസർഗോഡ് വേറെ എഞ്ചിനീയറിംഗ് പറയണ്ട. കാസർഗോഡ് ഇപ്പം അല്ലല്ലോ, നിത്യാനന്ദ പോളിടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് വന്നല്ലോ. അത് കുറച്ചുകൂടെ അടുത്തല്ലേ. ചീമേനി പിന്നെയും ചീമേനി സത്യത്തിൽ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് ചീമേനി ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതൊന്നുമില്ല. നല്ലോണം പൈസ ചെലവാക്കിയിട്ടുണ്ടാവും ആ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനല്ലേ. അതുപോലെ ലൈബ്രറി ഓർമ്മയുണ്ടോ നിനക്ക്? വായിച്ചാൽ മനസ്സിലാവാത്ത പുസ്തകങ്ങളെ അവിടെ ഭൂരിഭാഗം മേടിച്ചു വെക്കുള്ളൂ എന്നുള്ള ഒരു ഓർമ്മയുണ്ടോ? അതാണ് വേറൊരു പ്രശ്നം. അവിടെ ആ തിരഞ്ഞ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒരേ സബ്ജക്റ്റ് ഒരേ വിഷയമാണ് കിട്ടുക. 4 പുസ്തകം എടുത്താൽ 4 ടൈപ്പ് നൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ല. പിന്നെ ഇത് പറഞ്ഞു തരാനും ആരുമില്ല, നല്ലൊരു ലൈബ്രറിയനും ഇല്ല. പക്ഷെ എന്നെ കുറവുണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ കീടിലെ സ്റ്റാൻഡേർഡ് അല്ല. തലക്കകത്തുനിന്ന് കിളി മാറും. എനിക്കുള്ള പ്രകടമായ വ്യത്യാസം പറയാവേ. ഞാൻ ഈ ഡിപ്ലോമയ്ക്ക് പോയപ്പോഴേക്കും ഒരു സെമി എഞ്ചിനീയറിംഗ് സെറ്റപ്പ് ആണല്ലോ അവിടെ പഠിക്കണേ. അതിപ്പോ ഡിപ്ലോമ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാർ നാട്ടിൽ 5 പേരായിരുന്നു. നീ പ്രീ ഡിഗ്രിക്ക് പോയില്ല? ഓ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രിക്ക് പോയപ്പോഴേക്കും ഒരു പ്രശ്നം, ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്, 4 ഗ്രൂപ്പ് ഉണ്ട്, ഏതെടുക്കണം? നമുക്ക് ഇത് തന്നെ ഒരു പിടിയില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ 5 പേരും വട്ടത്തിൽ 5 പേരുടെ വട്ടത്തിൽ നിന്നു. ഞാൻ ആദ്യത്തെ ഷൈജു ഫസ്റ്റ് എടുത്തു, ഞാൻ സെക്കൻഡ് എടുത്തു, തേർഡ് എടുത്തു, ഫോർത്ത് എടുത്തു. ഇങ്ങനെയാണ് ഞങ്ങൾ കോഴ്സ് എടുക്കണേ. അങ്ങനെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഇങ്ങനെ ക്രിക്കറ്റിൽ ഇങ്ങനെ പാടത്ത് വന്ന് ആകാശത്തേക്ക് നോക്കി കിടന്നു, എന്ത് ചെയ്യും. അപ്പോൾ പറഞ്ഞ് ITI ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ആ പോയേക്കാം. അങ്ങനെ ഞങ്ങൾ ITI, ഡിപ്ലോമ, ഡിഗ്രി മുതലായൊക്കെല്ലാം അന്നെല്ലാം ഓരോ ജില്ലാടിസ്ഥാനത്തിലൊക്കെ കൊണ്ടു കൊടുക്കണം. അങ്ങനെയെല്ലാം കൊണ്ട് കൊടുത്തു. അങ്ങനെ എന്തോ തിരുവിന് ഞങ്ങൾക്ക് 2 പേർക്ക് പോളിടെക്നിക്കിൽ വിളിച്ചു. കൂടെയുള്ള ഒരുത്തന് മറ്റക്കര എന്ന സ്ഥലത്ത്, എനിക്ക് ആലപ്പുഴയിൽ. അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കും 1 and 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയൊന്നുമില്ല. എല്ലാം കിടുപൂജികളൊക്കെയാണ് വന്നിരിക്കുന്ന ടീംസ്. നമ്മളൊക്കെ ആവറേജ് 10ാം ക്ലാസ് ജയിച്ചത് അത്ഭുതം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് മെഷീൻസ് അത് ഫസ്റ്റ് ഇയറിലാണോ സെക്കൻഡ് ഇയറിലാണോ ഒരു ഇയറിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ ആദ്യം തുടങ്ങുന്ന ഒരു സാധനമാണ് മെഷീൻസ്. ഇത് പഠിപ്പിക്കുന്ന ലിസ് ജോസഫ് എന്നൊരു ടീച്ചറാണ്. ഇലക്ട്രിക്കൽ മെഷീൻസ്. ഇലക്ട്രിക്കൽ മെഷീൻസ്. ഈ ടീച്ചറും ഞാനും അന്ന് ഒരേ ക്യാരക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും ആരുടെ മുഖത്ത് നോക്കില്ല. ആ ടീച്ചറൊന്നും എന്നെ കണ്ടിട്ട് പോലും ഇല്ല. പെമ്പിള്ളേരുണ്ടോ? ഒക്കെ പരിചയമില്ലല്ലോ ആരും. പക്ഷെ ഉണ്ടല്ലോ, എനിക്കെന്താ ഇവര് പഠിപ്പിക്കണേ, എനിക്ക് ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാണാൻ വരാത്ത ഫ്ലക്സിനെ കട്ട് ചെയ്ത് കമ്പി പോകുമ്പോൾ കറണ്ട് ഉണ്ടാകും. അത് ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് റൂള്. അവരൊരിക്കലും നമ്മുടെ ആരുടെ മുഖത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ആ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കതങ്ങ് തലക്കകത്ത് കയറി കൊള്ളുകയും ചെയ്തു. അതായത് ആ വിഷയത്തോട് ഒരു ഭയങ്കര ഒരു ക്രൈസ്. നമ്മൾ ഈ കോസ്റ്റ്ലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാമഗ്രി ഒന്ന് നോക്കാം ഇങ്ങനെ ഒരു നമുക്കൊരു ടെൻഡേഷൻ ഇങ്ങനെ മനസ്സിൽ വരും. അപ്പൊ ഞാനിങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് റൂള് നോക്കി ഇങ്ങനെ അന്തം വിട്ടിരുന്നത്. എന്തായാലും ഈ ടീച്ചർ പഠിപ്പിച്ച സാധനമൊക്കെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ എക്സാം വന്നു. ആദ്യത്തെ എക്സാം വന്ന് പേപ്പർ തരിക. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പ് റേറ്റഡ് ആൾക്കാർക്കല്ല 50-ൽ 20, 50-ൽ 12, 50-ൽ 3 ഒക്കെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കെന്തായാലും 23 കിട്ടിയാൽ പോരാ. ഞാൻ കൊള്ളാമല്ലോ. ഞാനിങ്ങനെ അലഞ്ഞിരിക്കുക. ലാസ്റ്റ് എൻ്റെ പേപ്പർ ടീച്ചർ തരുന്നത് എനിക്ക് 50-ൽ 49. ലാസ്റ്റ് ഈ 20-ന് മേലെ ആരുമില്ല. അപ്പൊ ഞാൻ ഒരു സുപ്രഭാതത്തിൽ നിന്ന നെപ്പില് ഞാനൊരു അത്ഭുത ജീവിയാവുക. അതുവരെ ആരും മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യൻ. എന്റെ റൂംമേറ്റ് അഭിലാഷിന് മാത്രം അറിയാവുന്ന. അത് റൂംമേറ്റ് പിന്നെ അറിയാതിരിക്കാൻ പറ്റൂലല്ലോ.
50-40 ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കിടിലം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാരും തച്ച് തകർത്തോണ്ട് നമ്മളിങ്ങനെ തിളങ്ങി. അല്ല, നിനക്ക് മനസ്സിലാകാത്തത് നിനക്ക് മാർക്ക് കിട്ടിയതല്ല, ബാക്കി ആർക്കും 20 കൂടുതൽ കിട്ടാത്തതാണ് എന്റെ പ്രശ്നം അല്ലേ? എനിക്ക് മനസ്സിലായ സബ്ജക്ട് സിമ്പിൾ ആണല്ലോ. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പൂജ്യമാണ്. ഞങ്ങൾ പലരുടെയും കോപ്പിയാണ് ഈ അസൈൻമെന്റ് കോപ്പി അടിച്ചൊക്കെ വെക്കുന്നത്. അപ്പൊ എനിക്കത് ക്രൈസ് ആയിപ്പോയി. പിന്നെ ഈ ഫസ്റ്റ് മാർക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് എന്റെ ലൈബിലിറ്റി ആയിപ്പോയി. ഞാൻ ഈ കൂട്ടത്തിൽ കെടു പൂജ്യമായിപ്പോയില്ലേ. പിന്നെ എനിക്ക് ഈ ഫ്ലോയിന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അതോടുകൂടി അന്ന് മുതൽ ആരാധനയോട് കൂടിയാണ് കൂടെയുള്ളവരൊക്കെ എന്നെ കാണുന്നത്. എനിക്കെന്നെ പറ്റുന്നത് എനിക്കെന്നെ അറിയത്തില്ല. പിന്നെ നമ്മൾ മെനക്കെട്ടു. പിന്നത്തെ 2 കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിച്ചു. പക്ഷെ ആ പഠിത്തം, ആ ഉറക്കമൊഴിച്ചതോ ഒക്കെ എനിക്ക് കിട്ടിയ ഒരു അപ്രതീക്ഷിത സ്ഥാനം നിലനിർത്താൻ വേണ്ടിയായിരുന്നില്ല. അന്ന് നമ്മളെ കൈകാര്യം ചെയ്തതിൽ ഭൂരിഭാഗം ടീച്ചർമാർക്കുണ്ടല്ലോ എന്തൊക്കെ ഒരു ഇൻട്രസ്റ്റ് അതിൽ ഉണ്ടാക്കി തരാൻ പറ്റി. ഈ ഒറ്റ വിഷയം കൊണ്ടല്ലല്ലോ കോഴ്സ് തീരും. കാർമല് ജസ്റ്റ് കാർമൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഹൈവേയിലെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഭവമല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ? തിരുവനന്തപുരം അത് തന്നെ സാറ്. ഒരു ശ്രീകണ്ഠൻ സാറ് സിറിയൊക്കെ പേരിലൊരു പള്ളിയിലച്ചൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പഠിപ്പില്ല. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മളങ്ങ് ആവുകയല്ല. അവരാരെങ്കിലുമൊക്കെ ഇത് 1-2 സബ്ജക്റ്റുകളിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാക്കി തന്നു. അവരത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ സംഗതിയാണ് LBS നമുക്ക് കിട്ടാത്തത്. എനിക്ക് പഠിപ്പിച്ച ഒരു സബ്ജക്റ്റിലും ഒരു താല്പര്യം ഉണ്ടാക്കി തരാൻ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നിലയിലേക്ക് ആ സബ്ജക്റ്റിനെ വേട്ടയാടി പിടിക്കണം എന്നൊരു ഇതില്ലേ. അതായത് നമ്മൾ പരീക്ഷ ജയിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ലേ നമ്മൾ പഠിച്ചത്? അല്ല, പഠിച്ചു എന്നല്ല, എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ എന്തായാലും LBS വന്നതോടുകൂടി സപ്ലി എന്ന് പറഞ്ഞ ഒരു അലങ്കാരം സ്വീകരിക്കാൻ പഠിച്ചു. എന്റെ ലൈഫിൽ ഞാൻ ഒന്നിനും തോറ്റിട്ടില്ലെന്നേ. ഞാൻ ഒന്നിനും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയിൽ തോറ്റിട്ടില്ല എന്നാണ്. അല്ലെ, ആദ്യത്തെ സപ്ലി എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നും ചെയ്യാനില്ല. അന്ന് ഈ ഗൂഗിളും ഫോണും ഒന്നും ഇല്ല. ടീച്ചറോട് ഞാൻ പല ടീച്ചർമാരോടും പലതും പോയി ചോദിച്ചതിന് അവരെന്നോട് എന്താ പറഞ്ഞിട്ടുള്ള അറിയോ? ലൈബ്രറിയിൽ ഇന്ന പുസ്തകമുണ്ട്, അത് എടുത്തു വച്ച് വായിച്ചാൽ എല്ലാം ശരിയാവുന്നതാണ്. ഒട്ടനെ ഇവിടുന്ന് ലൈബ്രറിയിലേക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ മനസ്സിലാക്കേണ്ട കാര്യമില്ല, നിനക്കറിയാലോ, നമ്മുടെ ക്ലാസ് റൂമിന്റെ അവിടുന്ന് ലൈബ്രറി വരെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊരി വെയിലത്ത് എന്നിട്ട് ലൈബ്രറി പോയിട്ട് ഈ പുസ്തകത്തിൽ ഇവര് പറയുന്ന പുസ്തകത്തിന് ഭീകരമായ വെയിറ്റ് ആയിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഭയങ്കരമായ ഒരു ഓതറുടെ പുസ്തകമായിരിക്കും. ഇവിടെ ബേസിക്സ് ഒന്നും അറിയാതെ നമ്മളെങ്ങനെ ഈ പുസ്തകം വായിക്കുക? എനിക്കറിയാൻ പാടില്ല, ഒരു പിടിയില്ല. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാക്കി തരാനോ, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തരാനോ, അങ്ങനെ എനിക്ക് മാത്രമാണെ പോട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഒരെണ്ണം കൊടുക്കാൻ, അവിടെ പരീക്ഷയ്ക്ക് ജയിക്കാനും മാർക്ക് വാങ്ങാനും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താനും ഒക്കെയുള്ള കഴിവുകൾ നൽകി എന്നല്ലാതെ അതെന്താണെന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താനുള്ള കഴിവ് പോലെ എനിക്കുണ്ടായില്ല കേട്ടോ. അല്ല, ഞാനങ്ങനെ 3 കൊല്ലം ആ ടെമ്പോയിൽ പഠിച്ചിട്ട് വന്നിട്ടാണ് ആലോചിക്കണം. അതായത് നിനക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ബേസ് ഉണ്ട്. എനിക്ക് മറ്റു ചില സംഗതികൾ അറിയില്ലെങ്കിലും ഈ നമ്മുടെ കാതലായിട്ടുള്ള സാമഗ്രികളിൽ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, പോളിടെക്നിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് കുറച്ചുകൂടെ ഇതുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയേണ്ടതാണ്. ഈ ടെക്നിക്കൽ സബ്ജക്റ്റുകളിൽ ഇതുണ്ടാവും, പിന്നെ തിയറി സബ്ജക്റ്റുകൾ ഉണ്ടാവില്ല. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നല്ലോ, അപ്പൊ അപ്ലൈഡ് മാത്തമാറ്റിക്സ് വരുന്ന ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ മറ്റു സാധനങ്ങളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അതും പറ്റുന്നില്ലല്ലോ. അതായത് അതിന്റെ ഒരു ഭീകരത വെച്ചാൽ നമ്മൾ 1 and 2 നമ്മുടെ ക്ലാസ് ടോപ്പർ വൈശാഖെന്ന് എൻ്റെ ഓർമ്മ ആയിരിക്കും. നമ്മൾ 6 പേരെങ്ങനെ ജയിച്ചിട്ടുള്ളൂ. അപ്പൊ ആ 1 and 2 നമ്മൾ NIT സിലബസാണ് പഠിക്കണേ. അപ്പൊ നമ്മുടെ ക്ലാസ് ടോപ്പർക്ക് 71% ആയിട്ടാണ് മാർക്ക്. എൻ്റെ ഒരു 71 81 അങ്ങനെ എന്താണ്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ 1 and 2 കഴിഞ്ഞപ്പോഴേക്കും ഈ യൂണിവേഴ്സിറ്റി തമ്മിൽ മാറി വരാൻ പറ്റും. അങ്ങനെ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ജിജേഷ് ട്രാൻസ്ഫർ അങ്ങോട്ട് തന്നെ. ആണോ? അവരവിടുത്തെ ഒരു MG യൂണിവേഴ്സിറ്റിയിലെ ഒരു ബേസിക് വിദ്യാർത്ഥിയായിരുന്നു. അവര് തന്നെ 85% ഉണ്ടായിരുന്നു MG യൂണിവേഴ്സിറ്റിയിൽ. MG യൂണിവേഴ്സിറ്റിന്റെ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് ഞങ്ങൾ ഡിപ്ലോമ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടത്. പക്ഷേ ഈ NITയിലൊക്കെ പോണ കിട്ടുപുച്ചികൾക്ക് വേണ്ടിയുള്ള ലെവലിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നവരോ സത്യം പറഞ്ഞാൽ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ
ആദ്യം ആ സാറന്മാരെ കൂടെ ആ പരീക്ഷ എഴുതിപ്പിക്കണം. അല്ല, ഞാൻ ഈ NIT കണ്ടിട്ടുള്ള മറ്റേ രാഗം എന്ന് പറയുന്ന മറ്റേ പരിപാടി ഉണ്ടല്ലോ, പിള്ളേരുടെ കൂടെ സാറന്മാരെ പരീക്ഷ എഴുതിക്കാനോ, എന്നിട്ട് അവർ കുറെ പാസ്സാവും. ഏത് സാറിനെ നമ്മളുടെ എല്ലാ എക്സാമിനും പിടിച്ചെഴുതിയാലും അവര് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ സെഷണൽ മാർക്ക് മേടിക്കട്ടെ ആദ്യം, എന്നിട്ടല്ലേ പരീക്ഷ. ശരിക്കും ഈ സെക്ഷണൽ മാർക്ക് എന്നൊരു സാധനം കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവിടെ കലാപം ഉണ്ടായിരുന്നു. അത് വലിയൊരു വാക്കാണ്, വലിയൊരു തിയറിയാണ്. അനീതിയുള്ളിടത്ത് കലാപം ഉണ്ടാവുന്നു, അനീതിയുള്ളിടത്ത് കലാപം ഉണ്ടാവണമെന്ന്. ഏറ്റവും വലിയ ദയനീയാവസ്ഥ എൻ്റെ മനസ്സിലുള്ളത് ചില ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് നിനക്ക് നന്നായിട്ട് അറിയാം. അതെ, അല്ലല്ല വേണ്ട പറയണ്ട. അവരുടെ കണ്ണുകളിൽ ദയനീയതയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ. പുല്ല് ടീച്ചറായപ്പോ ഇത് എന്ത് ചെയ്യണേ? ശരിക്കും അവര് ശമ്പളത്തിന്, അതായത് ജീവിക്കാനുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ട് അവർ പഠിക്ക് പോകൂലേ അല്ലേ? അങ്ങനെ വന്നവരാണ് അവര്. ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ MBAക്ക് പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ ചില ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ. അതായത് ഒരു പണിയും കിട്ടിയില്ല, ഈ പണി കൊണ്ട് നമ്മൾ ജീവിച്ചോക്കോട്ടെ, പ്ലീസ് ഉപദ്രവിക്കരുത്, ആ ലൈനിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇത് അതൊരു മിക്സ് ആയിരിക്കും, അതൊരു ചെറിയൊരു ഗ്രൂപ്പായിരിക്കും. വേറെ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഇത് എന്റെ ദൈവമേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളോട് 1 and 2 തുടങ്ങാൻ നേരത്തെ എങ്ങാനും നമ്മുടെ ഒരു ടീച്ചർ ചോദിച്ചത്, പിന്നെ ട്രാൻസ്ഫോമേഴ്സിന് എന്തുകൊണ്ടാ നീല കളർ എന്ന്? അപ്പൊ നമുക്ക് ആർക്കും അറിയില്ല അല്ലേ? വളരെ വളരെ ന്യായമായ ഒരു ചോദ്യമായിട്ട് നമുക്ക് തോന്നി. നമ്മൾ എന്നിട്ട് കുറെ കാലം അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മള് ഞാൻ എന്തായാലും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ടീച്ചറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കുറെ, അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോഴും പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതായത് 1 and 2 ചോദിച്ച ചോദ്യം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അറിയില്ല. അന്ന് നീ പറഞ്ഞ പോലെ ഗൂഗിളും അത് ഇതൊന്നും ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റി എപ്പോഴും ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തി പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഇടിമിന്നൽ എന്ന് പറയുന്ന സാധനം വരണ്ടേ, ലേസർ പോലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കടകട മിന്നൽ മുരളി പോലെ ഇങ്ങനെ ആവുന്നതെന്ന് ഒത്തിരൊന്നും പറയാൻ പറ്റില്ല പോലെ. അത് ഈ ആകാശത്തുള്ള ഇടിമിന്നൽ താഴത്തേക്ക് വരണേ, വിൻഡൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെയാണ് അതിന്റെ ഉത്തരം. എന്ത് കാറ്റ് പിടിച്ചുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാണുന്നവരോട് പറയാണ്, ഈ പറയുന്ന ഞങ്ങള് കേരളത്തിലെ 20-ൽ താഴെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്ന സമയത്ത്, കേരളത്തിലെ 10ഓളം എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചപ്പോ നമ്മളോട് 5ാമത്തെയാണോ 7ാമത്തെയാണോ സെമസ്റ്ററിൽ സംഭവിക്കുന്നത് അല്ലേ? അങ്ങനെ ഏതൊരു സെമസ്റ്ററിലാണ് സംഭവിക്കുന്നത്. ഇടിമിന്നല് സ്ട്രെയിറ്റ് ലൈനിലല്ലാതെ HV താഴോട്ട് വരുന്നത് കാറ്റ് പിടിക്കുന്നതുകൊണ്ടാണ്. എനിക്കറിയാൻ പാടില്ല. സത്യത്തിൽ 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലെത്തിപ്പോയി. പിന്നെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ഇത് വീട്ടിൽ തന്നെ ഇരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലിരുന്നാല് പിന്നെ എന്തെങ്കിലും അങ്ങനെയൊന്നുമുള്ളൊരു അവസ്ഥയൊന്നും ഇല്ലല്ലോ. നമ്മളെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണം എന്നുള്ള ഒന്നാമത് ആ അവസ്ഥയുടെ മാത്രമല്ല, ആ ഒരു മനോഭാവം നമുക്കില്ലല്ലോ. ഒരു സ്ഥലത്ത് ഇരുന്ന് കാലം കഴിക്കുക എന്നുള്ള. അപ്പൊ നമ്മൾ പല സ്ഥലത്തും പോകുന്നു. നീ സബ്സ്റ്റേഷനിലെങ്ങാനും പോയല്ലേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്? ഒരു കൊല്ലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സെക്ഷനിൽ പോയി, പിന്നെ ഒരു കൊല്ലം സബ്സ്റ്റേഷനിൽ പോയി, പിന്നെ ജോലി കിട്ടി. ഞാൻ പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങി നടന്ന്, ബോംബെ, ചെന്നൈ ഒക്കെ കറങ്ങി നടന്ന് ആരൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു ഇൻസ്പിറേഷൻ മുന്നോട്ട് പോകാനുള്ള ഉണ്ടാവുന്നത് ജീവിതത്തിൽ. നീ സബ്സ്റ്റേഷനിൽ പോയിട്ട് നിനക്ക് ഓർമ്മയുണ്ട്, നമ്മൾ വല്ലപ്പോഴും കാണുമ്പോൾ നീ ഇങ്ങനെ അത്ഭുതത്തോടെ ഓരോ സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നേ. പിന്നെ എടാ നമ്മളെ പിന്നെ വലിയ ലൈനില്ലേ, ട്രാൻസ്മിഷൻ ലൈൻ, അതിന്റെ മുകളിൽ ചെറിയൊരു ലൈനില്ലേ,
അത് എർത്തിന് വേണ്ടിയിട്ടുള്ള ഓർമ്മയുണ്ടോ? അതെ. അതായത് എഞ്ചിനീയറിംഗ് 4 കൊല്ലം പഠിച്ചത് നമുക്ക് അറിയാൻ പാടില്ല. എന്റെ ദൈവം, വല്ല സത്യത്തില് സമ്മതിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വക പിള്ളേരെ ഈ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിലും അല്ലെങ്കിൽ കുമിൻസ് പോലുള്ള കമ്പനിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനിയിൽ വിളിച്ചുകൊണ്ടുപോയി പണിയെടുപ്പിച്ച് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെയാണ് ശരിക്കും സമ്മതിക്കേണ്ടത് അല്ലേ? എന്തൊരു ഗതികേടായിരിക്കും അല്ലേ? ഒന്നും അറിയാത്ത 10-25 വരും, ബാ മക്കളെ പഠിപ്പിച്ചു തരാം, ആദ്യം പോലും പഠിപ്പിച്ച എഞ്ചിനീയറിംഗിന്റെ മൊത്തം സിലബസ് പഠിപ്പിക്കേണ്ടി വരും. അതാണ് നമ്മുടെ സിലബസ് ആണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. എന്റെ അമ്മ, സിലബസ് ആണ്, സബ്ജക്ട് അല്ല പഠിപ്പിച്ചിരുന്നത്. നമുക്ക് ആദ്യം എന്താ തരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരുന്നതല്ല, നമ്മൾ ഈ സിലബസിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റോ എന്തൊരു സാധനം, ആ ഒരു പുസ്തകം കറക്റ്റ് സിലബസ്, അതിനകത്ത് സിലബസ് ഉണ്ടാവും. ഇത് പഠിക്കുക, ഇതിന് ചോദ്യം വരും, ഇത് എങ്ങനെയെങ്കിലൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് പാസ്സാവുക ആൻഡ് ദെൻ ഗെറ്റ് ലോസ്റ്റ്. ഈ കോളേജിൽ കലാലയം എന്നാണല്ലോ പറയാ. എന്റെ അമ്മ, മലയാളത്തിൽ കലാലയം എന്നെങ്ങാനും ആ കോളേജിനെ പറ്റി എഴുതി വെച്ചാണ്ടല്ലോ. പിന്നെ സിലബസിൽ 2-3 വരിയൊക്കെ കാണുള്ളൂ. ഭൂമിയിലുള്ളത് മൊത്തം, സൗരയൂഥത്തിലുള്ള മൊത്തം ഹൈഫൻ. അതെ. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇനി അഥവാ ഇതിലില്ലാത്തത് എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതും കൂടെ. ഇത്രയും ഇപ്പോഴത്തെ ഈ KTU എങ്ങനെയാന്ന് എനിക്കറിയോ? കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. എനിക്കൊരു പിടിയില്ല, ചിലപ്പോൾ നന്നായിട്ടുണ്ടാവുമായിരിക്കും. പരീക്ഷയൊക്കെ കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനിയും 735 കിലോമീറ്റർ ഉണ്ട്. 6:21 ഇപ്പോഴാണ് സൺസെറ്റ് നടന്നത്. കാരണം മാപ്പിന്റെ കളറ് ഇതായി, എന്താ പറയാ, ബ്ലാക്ക്. ഈ സേഫ് എക്സ്പ്രസ് കുറെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാനിതൊരു കേരള ബേസ്ഡ് സംവിധാനം കരുതിയിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ, നമ്മള് പിന്നെ LBSലേക്ക് പോയിട്ടുണ്ടല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും അവിടെ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു ടീച്ചറെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? രണ്ടാമതൊന്ന് പോയിട്ട് അങ്ങനത്തെ ബന്ധം അവിടെ ഇല്ലല്ലോ. അതെന്താ ഇല്ല? നമ്മള് പല ടീച്ചേഴ്സും നമ്മുടെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ച ആൾക്കാരില്ലേ, എന്നിട്ടും എന്താ അങ്ങനെ? എല്ലാ ബാച്ചിലും അങ്ങനെ തന്നെയാണോ? ഇനി ഇലക്ട്രിക്കല് മാത്രമാണോ അങ്ങനെ? ആയിരിക്കൂല, എല്ലാം ഒന്നിച്ചല്ലേ ഹോസ്റ്റലിൽ കിടക്കണേ. അത് ശരി, എല്ലാവരും ഒരുമിച്ചാണല്ലോ ഹോസ്റ്റലിൽ കിടക്കുന്നത്. കുട്ടികൾ തമ്മിലൊരു ബോണ്ടുണ്ട്. യെസ്, കുട്ടികൾ തമ്മിൽ തല്ലുകൂടാനായാലും ചിരിക്കാനായാലും എന്തിനായാലും ഒരു ബോണ്ടുണ്ട്. അതന്നെ, ഒന്നുമില്ലായ്മയില് ക്രിയേറ്റീവായിട്ട് എന്നൊക്കെ പരിപാടികൾ നടത്തിയ പിള്ളേർ. എന്റെ അമ്മ, നിനക്ക് മാതൃഭൂമി ഓർമ്മയുണ്ട? അടുത്തതായി മാതൃഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, ഓർമ്മയുണ്ട? എന്നിട്ട് ഫുൾ ടീം സ്റ്റേജിൽ വന്നിട്ട് ഒരു മാതൃഭൂമി പത്രം നടുവിൽ അങ്ങനെ. അതിനിടയ്ക്ക് NSS നാഷണൽ സർവീസ് സ്കീം ഉണ്ടായിരുന്നു. അക്രഡിറ്റേഷൻ വരുന്ന സമയത്ത് ഈ സംവിധാനങ്ങളൊക്കെ അക്രഡിറ്റേഷൻ വരുന്ന സമയത്ത് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. NSS വേണം, നേച്ചർ ക്ലബ്ബ് വേണം, അത് വേണം. അപ്പൊ ചില സാറന്മാർക്ക് ഇതിന്റെ ചാർജ് കൊടുക്കില്ല. അങ്ങനെ ഇതിന്റെ ചാർജ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ക്രെഡിറ്റ് പോയിന്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഒരു ചാർജ് ഞാനൊരു കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്തിരുന്നു എന്നൊരു രേഖ കിട്ടാൻ വേണ്ടി മാത്രം ചിലരിതൊക്കെ ഏറ്റെടുക്കും. അവർക്ക് ഇതിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിൽ വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പിള്ളേർ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അവരുടെ പഠിക്കാനുള്ള സമയം മാറ്റിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ആ പഠനത്തിനൊരു ബ്രേക്ക് വരാതെ അവർക്ക് തുടർച്ച കിട്ടുന്ന വിധത്തിലുള്ളൊരു അപ്പുറത്തൊരു സംവിധാനം ചെയ്ത് കൊടുക്കണം, അല്ലെ ഇവർ ചെയ്യുന്നതിനൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയൊന്നും ഇല്ലാതെ എനിക്ക് പിക്കാക്സ് മേടിച്ചു ഓർമ്മയുണ്ട്. ഇങ്ങനെ പണിയണം, വളവിൽ തന്നെ പണിയണം. വിശപ്പ് തുടങ്ങി, എനിക്ക് കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കണം.
ആ പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന പ്രായമുള്ള പയ്യനല്ലേ? അവൻ ജോലി കഴിഞ്ഞിട്ട് വരുമല്ലേ? കാലൊക്കെ ചളി പുരണ്ട് കുഴൽ കിണർ ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? ഇത്ര ചെറിയ പ്രായത്തില് ജോലി ചെയ്യേണ്ടി വരാന്നൊക്കെ പറഞ്ഞു. അതും ഇങ്ങനത്തെ ജോലി. സോറി മോനെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ആഗ്രയിലേക്ക് 700 കിലോമീറ്റർ ഉണ്ട്. പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ട് 1845 കിലോമീറ്ററായി. പാലക്കാട് നിന്ന് ഇതുവരെയുള്ള ആവറേജ് സ്പീഡ് 56.5. ഇപ്പം സമയം 7:54. ഇനി 600 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ള ആവറേജ് മൈലേജ് ആക്ച്വലി കൂടി 14.3 ആവറേജ് സ്പീഡും കൂടി 57.7 ആയി. ഇപ്പം ഗൂഗിള് പറയുന്നത് രാവിലെ 6:52 അവിടെ എത്തുന്ന. റോഡ് പൊതുവേ നല്ലതാ, പക്ഷെ 2 തവണയായിട്ട് റോഡിൻ്റെ നടുവിൽ ടാർ ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെയാണ് മറ്റോ ഉണ്ടായിരുന്നു. അതൊരു ശല്യമായിരുന്നു. പിന്നെ ഇൻഡിക്കേറ്റർ ഒരു അലങ്കാരത്തിന് കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മറ്റേ എല്ലാ ഇൻഡിക്കേറ്ററും നാല് ഇൻഡിക്കേറ്ററും വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പള്ളിപ്പെരുന്നാൾ പോലെ പോകുന്നത്. പിന്നെ ഒരു ട്രാക്ടറിന്റെ സൈഡിലേക്ക് കുറെ കമ്പി വെച്ച് കെട്ടിയിട്ട് കണ്ടു. എന്താ ഉദ്ദേശമല്ല, ആളെ കൊല്ലാനാണോ അതോ? ഇത്രയാണ് കഴിഞ്ഞ 100 കിലോമീറ്ററിലെ പരിപാടികൾ. കാണാനും ഒക്കെ അത്യാവശ്യം വൻ റെസ്റ്റോറൻ്റ്. പക്ഷെ ഇതിൽ കോമഡി, പക്ഷെ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, തന്തൂർ റൊട്ടി 10 രൂപ. ഇങ്ങനത്തെ ഒരു ഹോട്ടലിനകത്ത് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രൈസ് ഉണ്ടാവുമോ? മധ്യപ്രദേശ് ആയതുകൊണ്ടാണ്. നീ എവിടെയെങ്കിലും തന്തൂർ റൊട്ടി 10 രൂപയ്ക്ക് കണ്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ടല്ലേ കാട്ടിൽ കിട്ടാൻ? ചപ്പാത്തി 10 രൂപയൊക്കെ സാധാരണ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു വരും. പക്ഷേ ഇത് സാധാരണ റെസ്റ്റോറൻ്റ് അല്ലല്ലോ, AC എല്ലാം ഉള്ളതല്ലേ. ചിലപ്പോൾ പപ്പടത്തിൻ്റെ വലിപ്പമുള്ളെങ്കിലും എന്നാലും കിട്ടുമോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്? ബുദ്ധിമുട്ടല്ലേ? വൺ ഡെക്കറേഷൻ പരിപാടിയില്ല ഇവിടെ. എന്നിട്ടും ആരും ഇല്ല ഇവിടെ. ആണ് വേറൊരു സംഭവം. എടാ, അത്യാവശ്യം വലിയ തന്തൂർ കുട്ടിയാ. ഒറിജിനൽ ഗോതമ്പിൻ്റെ റൊട്ടിയാണ്. സൈഡിൽ ലേശം കരിഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ചൂട്. എന്താ ഇത്രയും വില കുറവ്? വില കുറവെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും വലിയ ഹോട്ടലും സെറ്റപ്പൊക്കെ ഉണ്ടായിട്ടും. ഇനി മധ്യപ്രദേശ് പൊതുവെ ഇങ്ങനെയാണോ? എല്ലാത്തിനും വില കുറവാണോ? ഇതിപ്പം ഇങ്ങനെ തൊട്ടടുത്ത് ടൗണൊന്നുമില്ല, വലിയ ടൗണൊന്നുമില്ല, റൂറൽ മധ്യപ്രദേശാണ്. അതുകൊണ്ടാണോ? 9:30 കഴിഞ്ഞു. ഇനി 500 കിലോമീറ്റർ ആണ് ആഗ്രയിലേക്കുള്ളത്. നമ്മുടെ ആവറേജ് മൈലേജ് 14.5 ഒരു 40 മിനിറ്റൊക്കെ ആ റെസ്റ്റോറൻറ്റിൽ ചിലവാക്കിയിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം എടുത്തത് 100 കിലോമീറ്റർ. പിന്നെ കഴിഞ്ഞ 100 കിലോമീറ്ററിലെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിച്ചു വരുന്ന ട്രക്കുകൾ. അതെന്തിനാണ് അവർ അങ്ങനെ ഓടിക്കുന്നതെന്ന് അറിയില്ല. ഇത് 4 ലൈനാണ് മൊത്തം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുന്നതിനോടൊപ്പം തന്നെ തിരിയുന്ന വണ്ടികൾ, അത് വളരെ സ്വാഭാവികം മാത്രം. അറ്റ്ലീസ്റ്റ് അവർ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടല്ലോ. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. റോഡ് നല്ലതാണ്. റോഡ് നല്ലതാണ്. സമയം 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. 400 കിലോമീറ്ററാണ് ഇനി ആഗ്രയ്ക്കുള്ളത്. നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് 2100 ചില്ലറ കിലോമീറ്ററായി.
ആവറേജ് മൈലേജ് 14.7 ആയി. സോ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 100 കിലോമീറ്റർ റോഡ് കുറേ കൂടെ എംറ്റി ആയിരുന്നു. അതായത് നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാതെ ഡിസ്ട്രപ്ഷനൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റി. കഴിഞ്ഞ 100 കിലോമീറ്റേഴ്സ് പൊതുവെ വളരെ സമാധാനപരവും നല്ലതുമായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് റോഡും കുറേ റഫ് പാച്ചസ്, എന്താ സംഭവം എന്നറിയില്ല. അനീഷ് ഉറങ്ങി. ഇൻ്റഗ്രേറ്റഡ് MP ബോർഡർ ചെക്ക് പോസ്റ്റ് 750 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ മധ്യപ്രദേശ് ക്രോസ് ചെയ്തു. എന്താ ചെയ്യുക, എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രക്കുകൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. അവിടെ പോകാൻ തോന്നുന്നു. താങ്ക് യു ഇൻ്റഗ്രേറ്റഡ് MP ബോർഡർ ചെക്ക് പോസ്റ്റ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ട്രക്ക് ചേട്ടൻ ഓടിക്കുന്ന ട്രക്കാന്നുള്ളൊരു വിചാരം ചേട്ടനാണെങ്കിലും വേണം. ആഗ്രയ്ക്ക് 300 കിലോമീറ്ററാണ്. നമ്മുടെ ആവറേജ് സ്പീഡ് പാലക്കാട് നിന്ന് പുറപ്പെട്ടതിന് ശേഷം 61 ആവറേജ് മൈലേജ് പാലക്കാട് നിന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ളത് 14.8 അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. നല്ല റോഡ്, ഡിസ്ട്രപ്ഷനൊന്നുമില്ല, പൊതുവെ ട്രാഫിക് വളരെ കുറവ്. രാവിലെ 5:20 ആഗ്രയിലെത്തുന്നതാണ് പറയുന്നത്. ഇപ്പോൾ സമയം 11:40 കഴിഞ്ഞു. ഇനി ആഗ്രയിലേക്ക് 1200 കിലോമീറ്ററാണ് ഉള്ളത്. ആവറേജ് മൈലേജ് പിന്നെയും കൂടി 15 ആവറേജ് സ്പീഡ് കൂടി 62 ഝാൻസി എന്ന് പറയുന്ന ടൗൺ ഇത് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങളെ കാണിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസിലേക്ക് കൂടിയാണ് വന്നത്. ബൈപ്പാസ് 4 ലൈൻ റോഡാണെങ്കിലും ഭയങ്കര മോശപ്പെട്ട റോഡായിരുന്നു. സത്യത്തിൽ മധ്യപ്രദേശിൽ മോശം റോഡ് അധികം ഉണ്ടായിരുന്നില്ല. വെറുതെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചു. എന്നാണാവോ നമ്മുടെ ടോൾ പ്ലാസകൾ നമുക്കിങ്ങനെ ഡ്രൈവ് ത്രൂ ആയിട്ട് ചെയ്യാൻ പറ്റുക? സമയം 1:50. ഇനി ഒരു 100 കിലോമീറ്ററോളം ഉണ്ട്. റോഡ് നല്ല മോശമാണ്. മോശമെന്ന് പറഞ്ഞാൽ 4 ലൈനാണ്, പക്ഷേ നിറയെ പാച്ചുകളും കുണ്ടും കുഴിയും വിശ്വസിക്കാൻ പറ്റില്ല. റോഡ് ഇപ്പം ലേശായിട്ട് നന്നായിട്ടുണ്ട്. നാഗ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവൻ ടെമ്പറേച്ചർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഗ്വാളിയർ എത്തുന്നതിന് മുമ്പ് 16.5 വരെ ഡ്രോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്ത് 18 ടെമ്പറേച്ചർ. ഇങ്ങനത്തെ കുറേ വണ്ടികൾ കാണാം ഈ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും. ഇങ്ങനെ വീർത്ത് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് പോകുന്നത്. ചോദിക്കാനും പറയണ ഇവിടെ ആരുമില്ലേ? അടുത്ത ടോൾ പ്ലാസ വന്നല്ലോ. വെരി ഗുഡ്. ആഗ്ര 87 കിലോമീറ്റേഴ്സ്. രാത്രി സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റായി. പിന്നെയും ബോർഡർ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഒരുപാട് വണ്ടികൾ നാഗാലാൻഡ് രജിസ്റ്റേർഡ് ട്രക്കുകൾ. വാഗണാറുകാരൻ ഏത് നാട്ടിൽ പോയാലും വാഗണാറുകാരൻ തന്നെ കുത്തിക്കയറ്റാൻ ഒരു രക്ഷയില്ല. മുടുക്കന്മാരാണ് ഈ വരുന്നത്. തനിക്കെന്താ കാണാൻ പറ്റില്ല കണ്ണ്. ബസ് ഇവിടുന്ന് റോഡടിക്കുന്നുണ്ട്. ബസ്സിനടിക്കാൻ പോകുന്നു. ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരാണ് ഏറ്റവും മോശം റോഡുള്ള സിറ്റി. ഇത് വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരൊക്കെ എത്ര ഭേദം. കണ്ടോ പമ്പ്, പിന്നെയും പമ്പ്.
പകലാണ് ഇതുവഴി വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എമ്മാതിരി ബ്ലോക്കായിരിക്കും. ഇപ്പൊ സമയം രാത്രി 3:19. ഇതൊന്നും മര്യാദക്ക് ടാർ ചെയ്യാൻ എന്ത് തടസ്സം? ഇത് അസംബ്ലി ഇലക്ഷൻ ഈ കഴിഞ്ഞ മാസം നടന്ന് ഈ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന സംസ്ഥാനമാണ്. ഇത്രയും മോശം റോഡും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ പിന്നെയും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുന്ന പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഇവിടെ പറ്റുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. വേറെ ആരെങ്കിലും വേണമല്ലോ.